കോഴിക്കോട് വൻ ചന്ദനവേട്ട. കോഴിക്കോട് വാട്ടർ അതോറിറ്റിയുടെ ബോർഡ് വച്ച വാഹനത്തിൽ ചന്ദനം കടത്തുന്നതിനിടെ 5 പേർ പിടിയിൽ. 2 ഇടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 65 കിലോ ചന്ദനം പിടികൂടി. ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലും കോഴിക്കോട് ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറും നടത്തിയ പരിശോധനയിലാണ് ചന്ദനത്തടികൾ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വാട്ടർ അതോറിറ്റിയുടെ ബോർഡ് വെച്ച കരാർ വാഹനത്തിലായിരുന്നു ചന്ദനം കടത്തിയത്. മലാപ്പറമ്പിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിങ്ങിന് ഓഫീസിന് ചേർന്നുള്ള സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ചന്ദനത്തിൻ്റെ കച്ചവടം നടക്കുന്നു എന്നുള്ള രഹസ്യവിവരം ലഭിച്ച് ഞങ്ങളവിടെ ഞാനും എൻ്റെ സ്റ്റാഫും ഫോറസ്റ്റിൻ്റെ ഇന്റലിജൻസ് സെല്ലും ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന് നമ്മൾ രഹസ്യ നിരീക്ഷണം നടത്തി കുറേ നേരം രഹസ്യ നിരീക്ഷണം നടത്തി. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ വെച്ചിട്ട് ഡീലിങ്സ് നടന്നതായിട്ട് കണ്ട് അതിൽ 3 പേരെ സ്പോട്ടിൽ വെച്ച് പിടികൂടി. അതിനകത്ത് കാറിനകത്ത് ഒരു 35 കിലോളം ചന്ദനം ഇവിടുന്ന് പിടികൂടി. അതിൽ ഒരാളിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചാൽ അവർക്ക് ചന്ദനം കൊടുത്ത 2 പേരെ കൂടി മൊത്തം 5 പേരെ പിടികൂടി. പിന്നെ ഒരു കാറും ഒരു 2 വീലറും. 40 കിലോ ചന്ദനവുമായി ആദ്യം 5 പേരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 25 കിലോ ചന്ദനം കൂടി പിടികൂടിയത്. ചന്ദനം കടത്താൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനവുമായി 2 പേരാണ് പിടിയിലായത്. വാട്ടർ അതോറിറ്റിയുടെ വാഹനം ചന്ദനം കടത്താൻ ഉപയോഗിച്ചതിൽ സമഗ്ര അന്വേഷണത്തിന് ഉന്നത തലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളുടെ പേരിൽ വാഹനങ്ങളടക്കം ദുരുപയോഗം ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്താനും ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.